വിശ്വാസം കഴിഞ്ഞാൽ വിശുദ്ധ ഇസ്ലാം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന കാര്യം ആരോഗ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ട ഒരു സമയമുണ്ട്, രാവിലെയാണ്. ഒരു മനുഷ്യനിൽ രോഗപ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഭക്ഷണക്രമങ്ങളും ആരംഭിക്കേണ്ടത് പ്രഭാതത്തിലാണ്. ഈ പ്രഭാതത്തിലെ സുബ്ഹ് നിസ്കാരത്തിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു പ്രാർത്ഥന ഖുനൂത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത വആഫിനാ ഫീമൻ ആഫൈത. ഇതിനോട് സമാനമായ ചില പ്രയോഗങ്ങൾ വേറെയും നിസ്കാരത്തിനിടയിലെ സുജൂദിനിടയിലെ ദുആകളിൽ കാണാം. വഹ്ദിനി വആഫിനി. കേരളത്തിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ തേടിയാണ്. ഞാൻ ഇവിടെയും ചോദിച്ചത്, ഇവിടെ വന്നപ്പോ ചോദിച്ചത് ഇവിടെ എങ്ങനെയാണ് മനുഷ്യരുടെ ആരോഗ്യാവസ്ഥ എന്നാ ചോദിച്ചത്. കാരണം എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് മേഖല എന്ന നിലക്ക് ഞാൻ ചോദിച്ചതാണ് ഇവിടെ എങ്ങനെ. അപ്പൊ പറഞ്ഞു മുട്ടുവേദന ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ഷുഗർ വല്ലാണ്ട് കൂടുതലാണ്. എല്ലാ രോഗങ്ങളും എല്ലായിടത്തും ഉണ്ട്. സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ മാത്രമാണ് കൂടുതൽ രോഗം എന്നാണ്. പക്ഷേ എല്ലായിടത്തും മനുഷ്യൻ അനുഭവിക്കുന്ന വലിയ ദുരന്തമായി രോഗങ്ങൾ മാറുന്നു. എന്നാൽ ഈ സദസ്സിനോട് എനിക്ക് പറയാനുള്ളത്, രോഗത്തെക്കാൾ ഇന്ന് ഭയപ്പെടേണ്ടത് ചികിത്സയെയാണ്. രോഗത്തെ ഭയപ്പെടുന്നതിനേക്കാൾ ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും ഭയപ്പെടേണ്ടത് ട്രീറ്റ്മെന്റിനെയാണ്, ചികിത്സകളെയാണ്. കൂടുതൽ ആളുകൾക്കും രോഗം വർദ്ധിക്കുന്നത് ചികിത്സിച്ചതിന്റെ പേരിലാണ്. നിങ്ങൾക്കൊരു രോഗം പിടികൂടുകയും ചികിത്സിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കൊരു രോഗം പിടികൂടി, നിങ്ങൾ ചികിത്സ തേടിയില്ലെങ്കിൽ നിങ്ങളുടെ രോഗം ശിഫയാവാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ചികിത്സിക്കുകയാണെങ്കിൽ വന്നുകൂടിയ രോഗത്തിന്റെ കൂടെ നിങ്ങൾക്ക് പുതിയ രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകുന്ന കരുതുന്നത്. ഉണ്ടാവൂലേ? മനസ്സിലാവുന്നുണ്ടാവൂലേ? നിങ്ങൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാണ്, ചികിത്സിച്ചാൽ നിങ്ങൾ കൂടുതൽ രോഗികളാണ്. ഇത് എങ്ങനെയാണെന്ന് ബോധ്യമായോ നിങ്ങൾക്ക്? ഈ അടുത്ത് രാജ്യം ഗവൺമെന്റ് 6000-ഓളം മരുന്ന് നിരോധിച്ചു. 6000-ഓളം മരുന്ന് നിരോധിച്ചു. 6000-ൽ പരം മരുന്ന് നിരോധിക്കാൻ പറഞ്ഞ കാരണം ഈ വില കൂടിയത് കാരണം, മരുന്നുകളുടെ വില കൂടിയത് കാരണം ജനങ്ങൾക്കിത് വാങ്ങാൻ കഴിയുന്നില്ല എന്നതല്ല കാരണം. ഇത്തരം മരുന്ന് ഉപയോഗിക്കുന്നതിന്റെ പേരിൽ മനുഷ്യന്റെ ആയുസ് കുറയുന്നു, ആന്തരിക അവയവങ്ങൾക്ക് തകരാറ് വരുന്നു, പ്രശ്നങ്ങൾ കൂടുന്നു. നിങ്ങൾ 5 വർഷം ഒരു രോഗത്തിന് വേണ്ടി ഒരു ഡോക്ടറെ കാണിച്ചാൽ അയാൾ 20 രോഗം നിങ്ങൾക്ക് തരും. എന്ത് തോന്നുന്നു എന്റെ ഉസ്താദുമാർക്ക്? ഒരു രോഗത്തിന് 5 വർഷം തുടർച്ചയായി നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കുന്നു. ആ ഡോക്ടർ നിങ്ങൾക്ക് 20 രോഗം അങ്ങോട്ട് തരുന്നു. ഞാൻ അതുകൊണ്ട് എന്റെ പള്ളിയിൽ നിന്ന് ചികിത്സാ പിരിവെടുത്ത് കൊടുക്കാറില്ല. അത് പറഞ്ഞ മനസ്സിലായിട്ടില്ല? നിങ്ങൾക്ക് അത് പറഞ്ഞ മനസ്സിലായിട്ടില്ല? ചികിത്സ മരുന്ന് വാങ്ങാൻ പൈസ വേണമെന്ന് പറഞ്ഞ പിരിവെടുത്ത് കൊടുക്കാറില്ല. കൊടുത്താ കൂലി കിട്ടോ? നിങ്ങൾ ഫിഖിന്റെ ആളാണ്. ഞാൻ ദാരിമിയാണെങ്കിലും കിതാബിൽ വലിയ പിടുത്തൊന്നുമില്ല. നിങ്ങൾ മനസ്സിലായിക്കോളെ. മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങൾ ഫുഖഹാക്കളാണ്, കിതാബ് ഓതി കൊടുക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കറിയല്ലോ
നജസ് വിൽക്കുന്നതിന്റെയും വാങ്ങുന്നതിന്റെയും ഹുക്കും നിങ്ങൾക്കെല്ലാം അറിയാം, എനിക്കറിയാം. ശരീരത്തിന് കേടുണ്ടാക്കുന്ന വസ്തു വിൽക്കുന്നതിന്റെയും വാങ്ങുന്നതിന്റെയും ഫിഖ് നിങ്ങൾക്കെല്ലാം അറിയാം. ഹിജറ 2-ാം നൂറ്റാണ്ടിൽ ആലിമീങ്ങളായ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഹിജറ 2-ാം നൂറ്റാണ്ടിൽ വൈദ്യശാസ്ത്രത്തിന്റെ കർമ്മശാസ്ത്രം രചിക്കപ്പെട്ടിട്ടുണ്ട് ഇമാം ഇബ്നു സുന്നി റഹ്മഹുല്ലാഹ്. നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഇമാം ഇബ്നു സുന്നി റഹ്മഹുല്ലാഹ് തങ്ങൾ അറിയാത്തൊരു വലിയരുണ്ടാവോ? 900 വർഷക്കാലം ലോകത്ത് വൈദ്യശാസ്ത്രം നിയന്ത്രിച്ചവർ മൗലവിമാരാണ്. നിഷേധിക്കാൻ കഴിയും. എന്നിട്ട് നമ്മൾ വൈദ്യശാസ്ത്രം പഠിപ്പിക്കാൻ പുറത്തുള്ള ആൾ വരിക, അത് വേണ്ട. 900 വർഷക്കാലം ലോക ചരിത്രത്തിലെ 900 വർഷക്കാലം വൈദ്യശാസ്ത്രത്തെ നിയന്ത്രിച്ചിരുന്നത് ആലിമീങ്ങളാണ്. കേരളത്തിലെ മലബാറിലെ മമ്പുറം മഖാം പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. സയ്യിദ് അലവി മമ്പുറം തങ്ങളെ കുറിച്ച് കേൾക്കാത്ത ആളുണ്ടാവോ? സയ്യിദ് അലവി മമ്പുറം തങ്ങൾക്ക് ഒരു പ്രിയപ്പെട്ട ശിഷ്യനുണ്ട്, വെളിയങ്കോട് ഉമർ ഖാലി റഹിമഹുല്ലാഹ്. മൂപ്പർ ഖാലി ആയത് ഫഖീഹ് ആയതുകൊണ്ടാണ്. എന്നാൽ വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു തആല അൻഹുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചില കാര്യങ്ങളുടെ സംശയം ചോദിക്കാൻ വേണ്ടി യൂറോപ്യന്മാരായ ശാസ്ത്രജ്ഞന്മാർ വന്നിരുന്നു എന്ന് ധാർമ്മികളും ഫൈസികളും മനസ്സിലാക്കണം. ഇത് വേറൊരാൾ പറയാൻ പഠിക്കേണ്ട കാര്യമല്ല. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അർമേനിയ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ ലോയബൽ സെനദർ എന്ന് പറയുന്ന വൈദ്യശാസ്ത്ര ഗവേഷകൻ എഴുതി വെച്ച ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ബയോളജി പഠിക്കാനാ വന്നത്, നെഹ്വിന്റെ കായിക ചോദിച്ച് പഠിക്കാനല്ല, ബയോളജി പഠിക്കാൻ. ആരടുത്ത്? മലബാറുകാരനായ ഒരു മുസ്ലിയാരുടെ അടുത്ത്, ഒരു ഫഖീഹിന്റെ അടുത്ത്, ഒരു സൂഫി വര്യന്റെ അടുത്ത്, ഒരു കാളിയാരുടെ അടുത്ത്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ എന്താ പറയേണ്ടത്? ഒരു കാളിയാരുടെ അടുത്ത് ശരീരശാസ്ത്രം പഠിക്കാൻ, സോളിക് ബയോളജിയെ കുറിച്ച് പഠിക്കാൻ യൂറോപ്യന്മാരായ ശാസ്ത്രജ്ഞന്മാർ വന്നിരുന്നു എന്നത് അഭിമാനത്തോടെയാണോ കേൾക്കേണ്ടത്, ഒരല്പം വിഷമത്തോടെയാണോ കേൾക്കേണ്ടത്? നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. വിഷമത്തോടെയാണോ കേൾക്കേണ്ടത്, അഭിമാനത്തോടെയാണോ കേൾക്കേണ്ടത്? നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിത് പറയുന്നത് അഭിമാനത്തോടെയാണ്. വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു തആല അൻഹുവിന് ശരീരശാസ്ത്രവും എന്ന് വെച്ചാൽ അനാട്ടമിയും ഫിസിയോളജിയും ഫാർമക്കോളജിയും പത്തോളജിയും, ശരീരത്തിന്റെ ഘടനാപരമായ വിജ്ഞാനങ്ങളും ധർമ്മപരമായ വിജ്ഞാനങ്ങളും രോഗങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണങ്ങളും രോഗവിപാടന കാരണങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് മഹാനായ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ. അപ്പൊ വൈദ്യശാസ്ത്രത്തിൽ അഭിമാനകരമായൊരു പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. എന്തുകൊണ്ട് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഇസ്ലാം മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ ഗൗരവകരമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് എൻ്റെ ഒരു സങ്കടം പറയാണ്, ഞാൻ ആരെയും കുറവാക്കുന്നതല്ല, സങ്കടം പറയാണ്, മരുന്ന് കമ്പനിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പിരിവ് നടത്തുന്ന പരിപാടി മാത്രമായി നമ്മളെ റോള് ചുരുങ്ങിയിട്ടുണ്ട്. നമ്മളാകെ ചെയ്യണ കാര്യം മരുന്ന് കമ്പനികളെ വിജയിപ്പിക്കാനുള്ള പിരിവിന്റെ റിസീവർമാരുടെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. അതേസമയം പൂർവിക സൂരികളായ പണ്ഡിതർ എനിക്ക് വൈദ്യത്തിലേക്ക് വരാനുള്ള വഴി വെളിച്ചം തന്ന മഹാനായ ശൈഖുന PK ഉസ്താദാണ്. നന്ദി ദാറുസ്സലാമിന്റെ മുറ്റത്ത് നിന്നാണ് വൈദ്യത്തിന്റെ വെളിച്ചം എനിക്ക് കിട്ടിയത്. ഞാൻ അഭിമാനത്തോടെ പറയാണ്. നന്ദി എന്നൊക്കെ ഒന്ന് കഴിഞ്ഞാല് വക്കീൽ വിഭാഗം പഠിക്കണം എന്നൊരാഗ്രഹം. രാഷ്ട്രീയത്തിലായിരുന്നു എനിക്ക് കമ്പം. അതുകൊണ്ട് ഒരു വക്കീലാവണം, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വക്കീലാവണമല്ലോ, ചാൻസ് കൂടുതലാ. അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ
വൈദ്യത്തിലൂടെ വിജ്ഞാന ഗോപുരം പണിത് അനേകായിരങ്ങൾക്ക് വിജ്ഞാനം നൽകിയ നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാർ. ധാരിമികൾക്ക് മറക്കാൻ പറ്റുമോ ഈ പേര്? നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർഖദ. ആ മഹാനുഭാവൻ വഫാത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ അരി വരും. അരി, ചാക്കരികൾ സംഭാവന വരും. സ്വാഭാവികമായി ഞാൻ ചോദിച്ചത് എന്താണ്? ചികിത്സിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നത് മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്. നോക്കണം, വൈദ്യത്തിന്റെ പിൻബലത്തോടെ കേരളത്തിൽ നട്ടു നനച്ച് വളർത്തിയ ഒരു കലാലയമാണ് ദാറുസ്സലാം. അങ്ങനെയല്ലേ ചരിത്രം പറയുമ്പോൾ പറയേണ്ടി വരിക? അല്ലെങ്കിൽ നിങ്ങളല്ല എന്ന് പറയണം. ഞാനെന്തോ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ചരിത്രം പറയുമ്പോൾ അങ്ങനെയാണ്. നന്ദി ദാറുസ്സലാം എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ വളർന്ന ജാമിഅയാണ്. ഇപ്പോഴും അങ്ങനെ ചികിത്സയിലൂടെ നേടിയെടുക്കുന്ന വരുമാനത്തിലൂടെ കോളേജുകളും ഹിഫ്ള് സ്ഥാപനങ്ങളും ദർസുകളും നടത്തുന്ന അനേകം സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോഴും അനേകം സ്ഥാപനങ്ങൾ ഇപ്പോഴും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രത്തിൽ 9 നൂറ്റാണ്ട് കാലം വൈദ്യശാസ്ത്രത്തെ നിയന്ത്രിക്കുകയും ലോക വൈദ്യശാസ്ത്ര പഠിതാക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു വിശുദ്ധമായ മതവും ഗ്രന്ഥവുമാണ് ഇസ്ലാമും വിശുദ്ധ ഖുർആനും. പ്രാർത്ഥനകളിൽ പ്രാധാന്യം ആരോഗ്യത്തിന് വേണ്ടി. ഖബർസ്ഥാൻ സന്ദർശിച്ചിട്ട് അവർക്ക് സലാം പറഞ്ഞാൽ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഞാനൊന്നും ബയാൻ ചെയ്യേണ്ടതില്ല, നിങ്ങൾ ഉലമാക്കളാണ്. ഇത്രമേൽ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു മതവിശ്വാസികളാണ് നമ്മൾ. പക്ഷെ നിങ്ങൾ പരിശോധിക്കേണ്ടത്, നിങ്ങൾ ഓരോ മഹല്ലിന്റെയും ഇമാമിങ്ങളാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കേണ്ടത്, ഓരോ മഹല്ലിലും എത്ര രോഗികൾ. ജീവിത സൗകര്യങ്ങൾ വളരെ കൂടിയിട്ടും ഭക്ഷണത്തിനും വസ്ത്രത്തിനും യാത്രക്കും സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടും എത്ര രോഗികളാണ്. പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും കംപ്ലൈന്റ് ഇല്ലാത്ത ആരാ ഉള്ള? മിക്ക ആളുകൾ ഇതൊക്കെ അലട്ടാണ്. പ്രത്യേകിച്ച് നമ്മളെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ജനങ്ങൾ സ്നേഹിച്ച് രോഗികളാക്കുന്ന വിഭാഗം. നമ്മൾ സ്നേഹിച്ച് രോഗികളാക്കിയ നമ്മളെ. അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ? സ്നേഹിച്ച് രോഗികളാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് മനസ്സിലുണ്ടാവും? ഞാൻ പിന്നെ വിശദീകരിച്ചു തരാം. ഞാൻ പിന്നെ പറഞ്ഞാൽ അപ്പം തിരിയും. അപ്പൊ നിങ്ങൾ ഏതായാലും ഉലമാ സംഗമത്തിൽ ഇങ്ങനെ ഒരു വിഷയം ചർച്ചക്കെടുത്തത് വളരെ സന്തോഷമുണ്ട്. ഇൽമ് 2 വിധമാണ് എന്ന് പഠിപ്പിച്ച മതം. അതിലൊരു ഇൽമിന്റെ ശാഖ ഇൽമുൽ അദിയാൻ. തൊട്ടു നോക്കാറില്ല നമ്മളാരും. എന്തിനാ ഇത് മാറ്റി വെച്ചെന്നുള്ളത് ആർക്കും അറിയില്ല. ഇൽമുൽ അദിയാൻ എന്തായിരിക്കും അത്? ഇൽമുൽ അബ്ദാൻ. അപ്പൊ ഇൽമുൽ അദിയാൻ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. കേരളത്തിലും കർണാടകയുടെ ഈ ഭാഗത്തുമുള്ള ദീനീചരൻ ലോകത്തെവിടെയും കാണില്ല. ദീനിയായ ഉലൂമുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിഷയത്തിൽ നമ്മൾ എത്രയോ വിജയിച്ചവരാണ്, അൽഹംദുലില്ലാഹ്. അപ്പൊ ഇൽമുൽ അബ്ദാൻ, രോഗം വന്നതിന്റെ പേരിൽ എത്ര ആളുകൾക്ക് കുഫർ വരുന്നു. രോഗം വന്നു ചികിത്സകൾ ഫലിക്കാത്തതിന്റെ പേരിൽ എത്ര ആളുകൾക്ക് കുഫർ വരുന്നു. പൂജ പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. മസ്ജിദ് അല്ലാത്ത ഇടങ്ങളിൽ നിവേദ്യങ്ങൾ അർപ്പിക്കാൻ പോകുന്നു. അപ്പൊ എത്ര ഗുരുതരമായ വിഷയമാണിത്. അപ്പൊ വിശുദ്ധ മതം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ശരീരം, ഇൽമുൽ അബ്ദാൻ. പക്ഷേ നിർഭാഗ്യവശാൽ 400 കൊല്ലത്തോളമായി ഇസ്ലാമിക സമൂഹം ഇത് ഉപേക്ഷിച്ചു. ചരിത്രം കൃത്യമായി പറഞ്ഞാൽ 450 കൊല്ലമായി നമ്മൾ ഈ വൈജ്ഞാനിക ശാഖ ഉപേക്ഷിച്ചു. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് മറ്റു ചില ആളുകളെ, യഹൂദികളെയോ നസാറാക്കളെയോ നമ്മളെ ഏൽപ്പിച്ചു.
എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പണി എളുപ്പത്തിൽ ചെയ്തു. ജുമഅക്ക് എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇതിനൊരു മാറ്റമുണ്ടാവണം രണ്ട് കാരണങ്ങൾ കൊണ്ട്. എന്തുകൊണ്ട്? ഇതേ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, നീ ഒരു യാത്രക്കാരനാണ്. യാത്രയിലെ ക്ഷീണം കാരണം എവിടെയെങ്കിലും തങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരല്പനേരം വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ടു കാര്യങ്ങൾ പരിഗണിക്കണം. ഒന്ന്, ആ തങ്ങുന്ന നാട്ടിൽ ഒരു ആലിമുണ്ടാവണം. എന്തുകൊണ്ട്? ദീനിയായ കാര്യങ്ങൾക്ക് നിനക്ക് പരിഹാരങ്ങൾ പറഞ്ഞു തരാൻ. കേവലം ആലിം മാത്രമുള്ള നാട്ടിൽ നീ താമസിക്കരുത്. അയാൾ തൊബീബ് കൂടിയാവണം. തൊബീബല്ലാത്ത നാട്ടിലാണ് നീ എത്തിയതെങ്കിൽ ഉടനെ ആ നാട് വിടണം. ഈ ആലിം തൊബീബ് അല്ലെങ്കിൽ അത് താമസയോഗ്യമായ നാടല്ലെന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് തങ്ങൾ അൽ മനാഖിബ് ഷാഫിഈ എന്ന് പറഞ്ഞ കിതാബുണ്ട്, ഇമാം ഫഖ്റുർ റാസി. നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പൊ ഉമ്മത്തിന്റെ ദീൻ പൊളിയണമെങ്കിലും നമ്മൾ വിചാരിക്കണം, ഉമ്മത്തിന്റെ ആരോഗ്യം പൊളിയണമെങ്കിലും നമ്മൾ തീരുമാനിക്കണം. ഉമ്മത്തിന്റെ ദീൻ പൊളിയണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണ്ടേ? ഉമ്മത്തിന്റെ ആരോഗ്യം പൊളിയണമെങ്കിലും നമ്മൾ തീരുമാനിക്കണം. ഞങ്ങളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കണ്ണൂർ തളിപ്പറമ്പിന്റെ ഒരു കുഗ്രാമത്തിലാണ് കുറ്റ്യേരി എന്ന് പറയണ ഞാൻ. അപ്പൊ ഞങ്ങളൊക്കെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വന്നിട്ട് രണ്ടുപേര് തർക്കിക്കുമ്പോ പറയും, ഞങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിച്ചിട്ട് രണ്ടു കൂട്ടർ തർക്കിക്കുകയാണ്. അപ്പൊ പറയും, ഞങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ ആ ഒരു പ്രയോഗം ഉണ്ടോ എന്ന് അറിയില്ല. ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടാവും ഇനി അല്ലേ എന്ന് വെച്ചാൽ നടക്കാത്ത കാര്യമാണ് പറയുന്നത്. അപ്പൊ നടക്കാത്ത കാര്യങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, നടക്കൂല എന്നതിന്റെ അർത്ഥം. നിങ്ങൾക്ക് പറയണ മനസ്സിലാവുന്നുണ്ടോ? ആളുകള് ഈ എടുപ്പിന് നൽകിയ ഒരു വിശേഷണം മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. ആളുകൾ തമാശ പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഗേഹമായി ഇത് മാറി. അല്ലാതെ പിന്നെന്താ ഇതിനർത്ഥം? നിങ്ങൾ പറഞ്ഞു തരി. അല്ലാതെ വേറെ അർത്ഥം എന്റെ അടുത്ത് നടക്കൂല, പള്ളിയിൽ പോയോ നടക്കുന്ന അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് തഹ്വീലിന്റെ ആളുകളാണ് നമ്മള്, മുടുക്കന്മാരാണ്. അല്ലാതെ പിന്നെന്താണ് അതിന്റെ അർത്ഥം? ഞാൻ മനസ്സിലാക്കിയത്, എന്റെ നാട്ടുകാര്, എന്റെ ദേശക്കാര് ഇത് പറയാറുള്ളത്, സംസാരിക്കുന്നിടത്തൊരാൾ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് പറഞ്ഞെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, അത് നടക്കാത്ത കാര്യമാണ്. ഇങ്ങനെ ഒരു പ്രയോഗം വരാൻ കാരണമുണ്ട്. ഒരു കാലത്ത് മനുഷ്യ സമൂഹം എന്ത് വിഷയങ്ങൾക്കും പരിഹാരം തേടിയിരുന്നത് പള്ളിമുറ്റത്താണ്. ഏതൊരു വിഷയമാണെങ്കിലും മനുഷ്യ സമുദായം പരിഹാരം തേടിയത് പള്ളിമുറ്റത്താണ്. വരും കാലങ്ങൾ ഇതുപോലെ നമ്മുടെ മസ്ജിദുകൾ മാറണം. അതിന് നേതൃത്വം കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇനി നമ്മുടെ മസ്ജിദിന്റെ മുറ്റങ്ങള് ഏതൊരു പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ആളുകൾ ആവലാതി പറയാൻ വരുന്ന ഇടമാവണം. അവിടുത്തെ ആലിം എന്ന് പറയുന്നത്, അവിടുത്തെ ഇമാം എന്ന് പറയുന്നത് തൊബീബ് കൂടിയാവണം. മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കൂടി പറയാൻ, മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ രാഷ്ട്രീയമായോ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം പറയാൻ കഴിയുന്ന വീടുകളായി മസ്ജിദുകൾ മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പൊ മാരകമായ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് ഈ കാലഘട്ടത്തിൽ, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് ഈ കാലഘട്ടത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന രോഗങ്ങളെ കുറിച്ച് ചർച്ച. പ്രത്യേകിച്ചും പ്രമേഹ രോഗം വ്യാപിക്കുന്നു, ഹൃദ്രോഗം വ്യാപിക്കുകയാണ്. ഇഷ്ടംപോലെ ചെരുപ്പുണ്ടെങ്കിലും കാല് തയഞ്ഞുവാണ്. മുമ്പ് ചെരുപ്പാ തയഞ്ഞുക. മുമ്പ് മനുഷ്യന്മാർക്ക് ചെരുപ്പ് തേഞ്ഞു. ഞാൻ പറയണ മനസ്സിലായില്ലേ? ചെരുപ്പ് തേഞ്ഞു പോവാ. ഇപ്പൊ ചെരുപ്പ് തേഞ്ഞു പോണില്ല. എന്താ തേഞ്ഞു പോണത്? കാലാണ് തേയണത്. നടന്നിട്ടല്ല. പള്ളിന്റെ മുറ്റത്ത് ബൈക്കുണ്ട്, വീട്ടിന്റെ മുറ്റത്താ നിർത്തുക. പിന്നെ ബാത്റൂമിലേക്ക് ബൈക്ക് എടുക്കേണ്ടതില്ലാത്തോണ്ട് എടുക്കണില്ല.
അത്ര സൗകര്യമുണ്ടെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. അത്ര സൗകര്യമുണ്ടെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. നടക്കേ വേണ്ട. പഴയ കാലത്തൊക്കെ എവിടേക്കൊക്കെ നടന്നിട്ടുണ്ടാവും. അന്ന് കാല് തഴഞ്ഞിട്ടില്ല, അന്ന് ചെരുപ്പാ തഴഞ്ഞത്. ഇന്ന് നടക്കേണ്ടതില്ല, കാല് തഴഞ്ഞു പോവാണ്. എന്തായിരിക്കും കാര്യം? എന്തായിരിക്കും കാര്യം? പഴയ പോലെ പഞ്ഞുണ്ടോ? പട്ടിണിയുണ്ടോ? ഇല്ലല്ലോ. ഇഷ്ടം പോലെ തിന്നാനുണ്ട്, ഇഷ്ടം പോലെ കുടിക്കാനുണ്ട്, ഇഷ്ടം പോലെ അണിയാനുണ്ട്. പറഞ്ഞ പോലെ മിക്ക ആളുകൾക്ക് 2-3 ജോഡി ചെരുപ്പൊക്കെ ഉണ്ട്. എല്ലാവരുടെ കാര്യമല്ല, ചില ആളുകൾക്ക് 2-3 ജോഡി ചെരുപ്പൊക്കെ ഉണ്ട്. കല്യാണത്തിനോ വയലിനൊക്കെ പോകുമ്പോഴത്തെ ചെരുപ്പ് വേറെ തന്നെയാണ്. അതിന് കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും. പള്ളിയിൽ നിന്ന് മദ്രസയിലേക്ക് പോകുമ്പോഴത്തെ ചെരുപ്പ് വേറെയാണ്, വീട്ടിൽ പോകുമ്പോഴത്തെ ചെരുപ്പ് വേറെയാണ്. എത്രയോ ചെരുപ്പ്. ചെരുപ്പിന്റെ എണ്ണം കൂടിയിട്ടും കാലിന്റെ മുട്ടിന് ഉഷാറ് പോരാ. മുമ്പ് ടിഫിൻ ബോക്സിൽ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അതിൽ ഫ്രൂട്ട്സ് ഉണ്ടാവാറില്ല. ഞങ്ങളെ നാട്ടിലെ കഥ പറഞ്ഞു. എനിക്ക് ഇവിടുത്തെ ഒരു പിടുത്തമില്ല. ഉസ്താദുമാർക്ക് ഭക്ഷണം ടിഫിൻ ബോക്സ് കൊണ്ടുവരും. ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കൂലേ? അപ്പോഴൊന്നും ഒരു ബോക്സിൽ പഴങ്ങൾ മുറിച്ചിട്ട് കൊണ്ടുവരില്ല. അന്ന് പഴമില്ല. ഇന്ന് എന്തൊക്കെ പഴങ്ങള്! ഇങ്ങനൊക്കെ ആയിട്ടും ഉഷാറ് കുറവാണ്. മുമ്പ് ആഴ്ചയിൽ ഒരിക്കലും ഇറച്ചി കിട്ടുക. കാരണം എല്ലാ വീട്ടുകാരും ഇറച്ചി തരാൻ തീരുമാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം വെള്ളിയാഴ്ചയെ പോത്തിന് ഇറക്കൂ. അതുകൊണ്ടാ ദീനുൽ ഇസ്ലാം അത് പുറത്ത് നമ്മൾ പറഞ്ഞത്. ഞങ്ങളെ നാട്ടിലെ കഥയാണ്. വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടിയിട്ടില്ലെങ്കിൽ ദീനുൽ ഇസ്ലാം ഒന്ന് പുറത്താണ്. ഇവിടെ ഇത് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. ഇറച്ചിന്ന് മാത്രം പറഞ്ഞോണ്ട് വലിയ പ്രശ്നം വരില്ല അല്ലേ? ഇനിയിപ്പോ ഇറച്ചിയില്ലാത്ത ദിവസം നോക്കി നടക്കുകയാണ്. നിങ്ങൾ നോക്കിയങ്ങള്. എന്നിട്ടും ശരീരത്തിന്റെ ഉഷാർ എവിടെയെന്നാ ചോദിക്കണത്. ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യമാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. അധ്യായം ബാബുൽ ഖദറാണ്. മുസ്ലിമാണ് കിതാബ്. അത്രയല്ലേ പറയണ്ടോ? അർത്ഥം ഞാൻ വെക്കണ്ടില്ലല്ലോ. നിങ്ങൾക്ക് മുമ്പിൽ അർത്ഥം വെച്ചാൽ അത് അതബ് കേടായില്ലേ? അൽ മുഅ്മിനുൽ ഖവിയ്യു, ആരോഗ്യമുള്ള സത്യവിശ്വാസി, ശരീരത്തിന് ഉഷാറുള്ള സത്യവിശ്വാസി, ശരീരത്തിന് നല്ല ഉഷാറുള്ള സത്യവിശ്വാസി. ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ്. ആരേക്കാൾ? മിനൽ മുഅ്മിനിൽ ളഈഫ്. ആരേക്കാൾ? മിനൽ മുഅ്മിനിൽ ളഈഫ്. സിഹാഹു സിത്തയാണ്, മുസ്ലിമാണ്. ബാബുൽ ഖദറാണ് അധ്യായം. ബാക്കി നിങ്ങളാ തീരുമാനിക്കട്ടെ, ഞാനല്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് കിതാബിൽ വലിയ പിടുത്തില്ലാത്ത ആളാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അത് ഭംഗി വാക്ക് പറഞ്ഞു എന്നല്ല, വിനയം പറഞ്ഞതൊന്നുമല്ല. അങ്ങക്ക് അങ്ങനെ തോന്നണം വേണ്ട. പലർക്കും നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ടായി. സുജൂദ് ചെയ്യാതെ നിസ്കരിക്കുന്നവരുടെ എണ്ണത്തിൽ കൂടുതലാണ് വർധനവ് വന്നിട്ടുണ്ട്. നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഭാഗം ഏതാണ്? സുജൂദാണ്. നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഭാഗം സുജൂദാണ്. പക്ഷെ സുജൂദ് ചെയ്യാതെ നിസ്കരിക്കുന്നവർ മസ്ജിദ്, സുജൂദ് മസ്ജിദ്. പക്ഷെ എല്ലായിടത്തും കസേരയാണ്, റിസർവ്ഡ് ഏരിയ. ഒരു ദിവസം കോഴിക്കോട് നിന്ന് പരിപാടി കഴിഞ്ഞ് വരുന്ന തിരക്കിനിടയിൽ കണ്ണൂർ ഇറങ്ങി. ജുമുഅയുടെ സമയമാണ്. ഒരു പള്ളിയിൽ അങ്ങോട്ട് ഓരി കയറുമ്പോഴത്തേക്ക് ഒരു ഭാഗം മുഴുവൻ കസേരട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ജീവിത നിലവാരങ്ങളും സൗകര്യങ്ങളും കൂടിയിട്ടുണ്ടെങ്കിലും മനുഷ്യൻ ആരോഗ്യപരമായി തകർന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. അവിടെ തിരുത്തലായി നമ്മുടെ ഇടപെടലുകൾ ഇല്ലാതായതാണ്. ജീവിതത്തിൽ പിഴവുകൾ വരുമ്പോൾ തിരുത്തേണ്ടവർ നമ്മളാ. അപ്പൊ മിഞ്ഞാന്ന് കൂരിയാട്ട് മഹാനായ ജിഫ്രി തങ്ങൾ തിരുത്തിയത് കണ്ടില്ല നിങ്ങള്? ഇടപെടേണ്ടത് ഉശിരോടെ ഇടപെടേണ്ടവർ നമ്മളാ. അതിന് നമുക്ക് ധീരത വേണം. ഉലമാഇന്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ധീരതയുള്ള ആരോഗ്യമാണ്.
ഒരു ആലിമിന് ആരോഗ്യം നന്നായി വേണം. മഹലിലെ ഏറ്റവും ആരോഗ്യമുള്ളവൻ ആലിമായിരിക്കണം. എന്തുകൊണ്ട്? അയാൾക്ക് ദീൻ പറയാൻ ധീരത വേണം, ഉശിര് വേണം, ഉണർവ് വേണം, ഖുവ്വത്തും സിഹത്തും നശാത്തും വേണം. ഫത്ഹുൽ മുഈൻ ഓതിയിട്ട് നമ്മൾ പറയും നിസ്കാരത്തിലേക്ക് പോകണം നശാത്തോടുകൂടിയാ. മൂപ്പർ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിട്ടാ മുമ്പിൽ നിൽക്കണത്. കുറവാക്കല്ല, ഞാനും നിൽക്കുന്ന ആളാണ്. കുറവാക്കാട് നിങ്ങൾ ആരും വ്യാഖ്യാനിക്കണ്ട. അല്ല, നശാത്ത് എന്നല്ലേ ഞാൻ മൂപ്പർക്ക് ഉന്മേഷമില്ല എന്ന് പറഞ്ഞ എന്താ ഇനി ചെയ്യാം? നമ്മള് എന്തെങ്കിലും ഒരു കൗലുണ്ടാവും അല്ലേ? നമ്മളല്ലേ ആള് കൗലെവിടെയെങ്കിലും ഉണ്ടാവും. അതൊരു ഭാഗ്യം കേട്ടോ, നിങ്ങൾ അതിൽ അഭിമാനിക്കണം. ചില ആളുകൾക്കൊക്കെ അങ്ങനെ തന്നെ മൗലാമാർക്ക് നിന്നിട്ട് മൂത്രയിക്കുക, എന്നിട്ട് പള്ളിയിൽ നിറച്ച് നിന്നിട്ട് മൂത്രയിക്കണം നാടന്മാർക്ക്. ഞങ്ങളെ നാട്ടിലെ ആ മൗലാമാർക്ക് നിന്നിട്ട് മൂത്രയിക്കുക എന്ന് വെച്ചാൽ മൗലാമാർക്ക് എല്ലാത്തിനും മസല ഉണ്ടാവുന്ന ഒരു അസൂയന്റെ വർത്താനാണ്. എങ്ങനെ ആയാലും കാര്യങ്ങൾ പറയാൻ ഇവർക്ക് കഴിയുന്ന ഒരു അസൂയന്റെ മുകളിൽ വന്ന വർത്താനാണ് ഇത്. ഇവിടെ ഇല്ലല്ലോ, അങ്ങനെ പറയില്ല അല്ലേ? നിങ്ങളോട് ബഹുമാന യാസ്തിയാണ്. ഈ കർണാടക സ്റ്റേറ്റിലെ മൗലാമാരോട് കുറച്ച് ബഹുമാന യാസ്തിയാണ്. നല്ലതാട്ടോ, അത് ദിലന്നോട്ടെ. സ്നേഹവും ബഹുമാനവും ആദരവും നല്ലതാണ്. അപ്പൊ ഞങ്ങളെ നാട്ടിൽ പറയും മൗലന്മാർക്ക് നിന്നിട്ട് മൂത്രയിക്കാം. ഞാൻ ഒരു ദിവസം വയത് പറയുമ്പോൾ ചോദിച്ചു, അല്ലടോ നിങ്ങൾ ഈ അമ്മക്ക് നിന്നിട്ട് മൂത്രയിക്കാത്ത പള്ളിന്റെ സൈഡിലല്ല ഇപ്പൊ നിന്നിട്ട് മൂത്രയിക്കുന്ന സംഭവമാണല്ലോ, എമ്മക്കാണോ നിങ്ങൾക്കാണോ എന്ന് ചോദിച്ചു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ശക്തിയുള്ള ശരീരത്തിന്റെ ഉടമസ്ഥനാണ്. അപ്പോൾ ഇൽമ പറയുന്നവർ ശക്തിയുള്ളവരാവണം, ഉശിരുള്ളവരാവണം, ധീരതയുള്ളവരാവണം. അതിനാവശ്യമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം. മിക്ക അമ്പിയാക്കളുടെയും പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവര് ശരീരം കൊണ്ട് ശക്തരായിരുന്നു. അത്രേ പറയണ്ടു, ബാക്കി നിങ്ങൾ തപ്പി നോക്കണം. അമ്പിയാക്കളുടെ നിയോഗവുമായി ബന്ധപ്പെട്ട ചില യോഗ്യതകൾ പറയുന്നത് പോലെ ഖുർആൻ അവതരിപ്പിച്ച ചില കാര്യങ്ങൾ പറയുന്നിടത്ത് അവർ അപാര ശക്തിയുള്ളവരായിരുന്നു. അപ്പൊ നമ്മൾ ആ കൂട്ടത്തിലാവണം. അനസ് റളിയല്ലാഹു തആല അൻഹു കൗതുകത്തോടെ ആശ്ചര്യത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ചില സമയത്ത് ഞങ്ങളിലേക്ക് നടന്നു വരുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളിലേക്ക് നടന്നു വരുമ്പോ ഒരു 10-40 ആളുകൾ ഒന്നിച്ച് നടന്നു വരികയാണോ തോന്നിപ്പോവാറുണ്ട്. അത്രമേൽ ഉഷാറുണ്ടായിരുന്നു. മറ്റൊരിടത്ത് ഇതേ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ദ്വന്ദ്വയുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു കൈ ഇപ്പുറം പിടിക്കുക, ഇവിടെ എന്താ ഇതിന് പറയാ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണേ, പഞ്ചഗുസ്തി. മനസ്സിലായോ? ഇത് വിഷയം അറിയാണ്ട് ഇങ്ങനെ കേട്ടിട്ട് കാര്യമില്ല. ഒരാൾ ഇപ്പുറം നിന്നിട്ട് മറ്റേ ആൾ അപ്പുറം നിൽക്കും. ഇത് മുസാഫത്തിയല്ല, ഇവൻ ഇങ്ങോട്ട് താക്കും മറ്റവൻ ഇങ്ങോട്ട് താക്കും. അങ്ങനെ ഒരു യുദ്ധമുണ്ട്, പഞ്ചഗുസ്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനസ് റളിയല്ലാഹു തആല അൻഹു പഞ്ചഗുസ്തി മത്സരത്തിൽ ഏർപ്പെട്ടു. അപ്പോഴും അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ആ സൈഡില് 10-30 ആളുകൾ ഉണ്ട് എന്ന് തോന്നിപ്പോയി. അത്ര ഭാരം ഉണ്ടായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരിക ക്ഷമതയാ പറയുന്നത്. മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലും ഇത് കാണാൻ കഴിയും. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലും ഇതിന് സമാനമായ കാര്യങ്ങൾ കാണാൻ കഴിയും. പരിശോധിക്കണം. അപ്പൊ ഒരു ആലിം ശക്തിയുള്ള ശരീരത്തിന്റെ ഉടമസ്ഥനാവണം. പ്രത്യേകിച്ചും ദഅവത്ത് ചെയ്യാൻ അത് അനിവാര്യമാണ്. പിന്നെ പഴയകാലം മാതിരിയല്ല, പിള്ളേർ കുൻഫു കരാട്ടിയും ജൂഡോ ഒക്കെ പഠിച്ചിട്ടാണ് മഹലിലെ ആളുകൾ ഉള്ളത്. അതും കൂടി ഓർമ്മ വേണം. പഴയകാലല്ലാന്ന്. ലൈഫായ മനുഷ്യന്മാരോടല്ല ഇപ്പൊ നിങ്ങൾ വേദ പറയണത്. ലൈഫായ മനുഷ്യന്മാരോടല്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ കണ്ടിട്ടില്ലേ എന്തൊരു വെൽപ്പാണ് മസിലിനൊക്കെ. എന്താ പറയാ, ജിമ്മിനൊക്കെ പോയിട്ടേ വലിയ മസിൽ, എന്നിട്ട് അത് കാണാൻ വേണ്ടി ചെറിയ ബനിയൻ ഇടുക, ടീഷർട്ട് ചെറുതിടും. എന്ത് വലിയ ചെസ്റ്റാണ് അവന്. ഓന്റെ മുമ്പിലൊക്കെ ദീൻ പറയാൻ തോന്നുമ്പോൾ തന്നെ നമുക്ക് മുട്ട പറിച്ചാലോ.
ആരോഗ്യം നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് ആരോഗ്യമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു, ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു, ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. ഈ ഒരു ഗൗരവം 900 വർഷക്കാലം ഇസ്ലാമിക സമൂഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ലോക വൈദ്യശാസ്ത്രത്തെ നിയന്ത്രിക്കുന്ന യൂറോപ്യൻ മെഡിക്കൽ സയൻസ്, ലോക വൈദ്യശാസ്ത്രത്തെ നിയന്ത്രിക്കുന്ന യൂറോപ്യൻ മെഡിക്കൽ സയൻസിന് പ്രചോദനമായത് സ്പെയിൻ മുസ്ലിമീങ്ങളാണ്, സ്പെയിനിലെ മുസ്ലിമീങ്ങളാണ്. അവരിലെ ഉലമാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങളാണ്. മെഡിക്കൽ എത്തിക്സിന് അവരാശ്രയിച്ചത് സൂറത്തു നൂറിൽ നിന്നും വൈദ്യശാസ്ത്രത്തെ കണ്ടെത്തിയ ഇബ്നു സീന റഹ്മഹുല്ലാഹ് തങ്ങളെയാണ്. സൂറത്തു നൂർ 17ാമത്തെ വയസ്സിൽ വെറും 17 വയസ്സുകാരനായിരിക്കുമ്പോ വൈദ്യശാസ്ത്രത്തിലെ മഹാത്ഭുതമായി മാറിയ, ലോക ചരിത്രത്തിൽ ഇത്രയും നിസ്തുലനായ ഒരാളുണ്ടോ? മെഡിക്കൽ സയൻസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരാളുണ്ടോ? 17ാമത്തെ വയസ്സിലാണ് ലോക ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രിൻസ് ഓഫ് മെഡിസിൻ എന്ന അവാർഡ് വാങ്ങുന്നത്. പ്രിൻസ് ഓഫ് മെഡിസിൻ അന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അവാർഡ് ഇബ്നു സീന സ്വീകരിക്കുമ്പോൾ വയസ്സ് 17ആണ്. ഇബ്നു സീനക്ക് ഇതിന് പ്രചോദനം എവിടെ? സൂറത്തു നൂർ. സൂറത്തു നൂറിൽ എവിടെ? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിതാവാണ് എന്ന രൂപത്തിൽ ആര് പ്രസംഗിച്ചത്? ഉസ്താദ് പ്രസംഗിച്ചു. എനിക്ക് ഏറ്റവും കൗതുകമുള്ള കാര്യം അബുൽ അർവാഹ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിന്റെ പ്രത്യേകത തന്നെയും അതാണ്. ഒരു മനുഷ്യന്റെ രോഗം ശിഫയാകുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. തിബ്ബുൻ നബവി, അതായത് ഇസ്ലാമിക വൈദ്യശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യന് രോഗമുണ്ടാകുന്നത് അൽ മറലു ഗുലുബത്തുൻ, രോഗമെന്നാൽ ഇരുട്ടാണ്. രോഗമെന്നാൽ ഇരുട്ടാണ്. ശരീരത്തിൽ ഇരുട്ട് കടന്നു കയറലാണ് രോഗം. ശരീരത്തിൽ ഇരുട്ട് വ്യാപിക്കലാണ് രോഗം. ശിഫ എന്നാൽ ശരീരത്തിൽ പ്രകാശം വ്യാപിക്കലാണ്. അപ്പൊ പ്രകാശത്തിന്റെ കമ്മി, ഇരുട്ടിന്റെ ആധിക്യം, ഇരുട്ടിന്റെ സിയാദയിൽ നിന്നാണ് രോഗം. അവിടെ പ്രകാശമാണ് ശിഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകാശം. ആ നിലയിലൊരു പഠനം തന്നെ തിബ്ബുൻ നബവിയിലുണ്ട്. അപ്പൊ പിതാവിന്റെയോ മാതാവിന്റെയോ ശരീര ഗുണങ്ങൾ മനുഷ്യനിൽ കുറയുമ്പോൾ രോഗങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ട്. അപ്പൊ ശരീരത്തിൽ ഇരുട്ടിന്റെ ആധിക്യമാണ് രോഗം. ഹൃദയത്തിൽ ഇരുട്ട് കൂടി വരലാണ് രോഗം. ഹൃദയത്തിൽ ഇരുട്ടിങ്ങനെ വർദ്ധിക്കുക രോഗമാണ്. പ്രത്യേകിച്ചും ജീവിതശൈലി രോഗം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഭാഗം അതാണ്, ജീവിതശൈലി രോഗം എന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ദുൽമിന്റെ എതിരിൽ വരുന്ന രോഗം. ഔറംഗസീബ് ചക്രവർത്തി തസവ്വുഫിലേക്ക് വരാൻ കാരണം പ്രമേഹ രോഗമായിരുന്നു എന്നാണ് ചരിത്രം. മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് തൊപ്പി തുന്നിയും ഖുർആൻ എഴുതിയും ജീവിതമാർഗം കണ്ടെത്തിയെന്നാണ്. ഇന്ത്യ കണ്ട മുഗൾ ചക്രവർത്തിമാരുടെ ജീവിത ശൈലികളെ കുറിച്ച് പറയാനുണ്ടോ? ഏറ്റവും ലാവിശായ ജീവിതം നയിക്കുന്നവരാണവർ. സുഖലോലുപതയായിരുന്നു. പക്ഷേ ഒരാൾ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തനാണ്. ആരാണത്? ഔറംഗസീബ. എന്താണ് ഔറംഗസീബിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത്? ഖുർആനിലെ ഒരു ആയത്താണ്. ഖുർആനിലെ ഒരു ആയത്ത് ഏതൊരു സമയത്താണ് അദ്ദേഹം കേട്ടത്? പ്രമേഹ രോഗം പിടികൂടി. ശക്തമായ പ്രമേഹ രോഗം പിടികൂടുകയും അതിന്റെ ദുരിതത്തിലാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചത് തിബ്ബുൻ നബവിയിലൂടെയാണ്. പ്രവാചക വൈദ്യത്തിലൂടെയുള്ള ചികിത്സയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇന്ത്യൻ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യമുണ്ട്.
മഅ്ദനു ശിഫാ എന്ന കിതാബ് രചിക്കപ്പെട്ടു ഔറംഗസീബിന്റെ പ്രമേഹ രോഗ ചികിത്സാ അനുഭവങ്ങൾ വെച്ചിട്ട്. മഅ്ദനു ശിഫാ കിതാബിന്റെ പേര്. അപ്പൊ ഇവിടുന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, കൂടുതൽ ആളുകൾക്ക് പ്രമേഹത്തിന്റെ പ്രശ്നമുണ്ട്. പ്രമേഹം എന്ന് പറഞ്ഞാൽ സാധാരണ രോഗം പോലെയല്ല. പ്രമേഹ രോഗം പിടികൂടിയാൽ ശരീരത്തിലെ മിക്ക അവയവങ്ങളെയും അത് ബാധിക്കും. മിക്ക അവയവങ്ങളെയും ബാധിക്കും. പ്രത്യേകിച്ചും ശരീരം ഇളകിയുള്ള ജോലി ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയും വേണ്ട. ശരീരം ഇളകിയുള്ള ജോലി ചെയ്യാൻ നമുക്ക് ചാൻസ് ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയും വേണ്ട. അപ്പൊ ഔറംഗസീബ് ചക്രവർത്തിയുടെ പ്രമേഹ രോഗം പൂർണ്ണമായി ഭേദമായി. അദ്ദേഹം തസവൂഫിലേക്ക് വന്നു, സൂഫി ജീവിതം നയിക്കുന്നയാളായി. ഇന്നിപ്പോ മറ്റെല്ലാ ജീവിത സൗകര്യങ്ങളും കൂടിയ കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിത ശൈലി രോഗങ്ങളുടെ പിടിയിലാണ്. ഇതിന് കാരണം ഈ ജീവിത ശൈലി രോഗങ്ങൾക്ക് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു ശൈലിയും, ആലിമീങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതാണ് ഒരു മര്യാദക്ക് നല്ലത്. സൂറത്തുൻ നൂർ വമൻ യഅമൽ സൂഅൻ യുജ്സാ ബിഹി. ഇമാം ബുഖാരി റഹിമഹുല്ലാ തങ്ങൾ 6 ഹദീസിന്റെ തലവാചകമായി കൊണ്ടുവന്ന ഒരു ആയത്താണിത്. ഫതുഹുൽ ബാരി 2-ാം വോള്യം. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ രോഗത്തെ വ്യാഖ്യാനിക്കുന്നു. ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ചെയ്യുന്ന ദുൽമിന്റെ ശിക്ഷയായിട്ടാണ് അയാൾക്ക് രോഗം. 2 രൂപത്തിലാണ് അല്ലാഹു മനുഷ്യർക്ക് രോഗം നൽകുന്നത്. ഒന്ന് പരീക്ഷണ രോഗമാണ്, മറ്റൊന്ന് ശിക്ഷാരോഗമാണ്. അല്ലാഹുവിന്റെ അമ്പിയാക്കളിലേക്കും ഔലിയാക്കളിലേക്കും അതുപോലെ ഉഖ്റവിയായ ഉലമാക്കളിലേക്ക്, ആരിഫീങ്ങളിലേക്ക്, സ്വാലിഹീങ്ങളായ സാധാരണക്കാരിലേക്കും രോഗങ്ങൾ വരുന്നത് അല്ലാഹു തന്റെ അടിമയെ പരീക്ഷിക്കാൻ വേണ്ടി നൽകുന്ന രോഗമാണ്. അതിന് പരീക്ഷണ രോഗം എന്നാ പറയുക. മഹാനായ ശംസുൽ ഉലമാ തങ്ങളവർക്ക് രോഗം വന്നു വയറിന്. മരക്കണി ജിന്ന് എന്ന് പറഞ്ഞൊരു വലിയ മഹാൻ ജീവിച്ചിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, കേൾക്കണം. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി വന്നതോടുകൂടിയാണ് മൂപ്പര് ലോകത്ത് പ്രശസ്തനായത്. ശംസുൽ ഉലമാ വന്നിരുന്നു. അറിയൂലേ, സംഭവം അറിയില്ലേ? എന്നാ പറഞ്ഞൂടെ, ഇത് കേൾക്കാത്തൊക്കെ പറഞ്ഞു. ശംസുൽ ഉലമാന്റെ അനുസ്മരണല്ലേ അല്ലേ? റബീഉൽ ആഖിറല്ലേ? ശംസുൽ ഉലമായി തങ്ങൾ ഇവിടെ വന്നു. അപ്പൊ ഞാൻ കേട്ടതാണ്, ഒരു ബാഖവി പറഞ്ഞെന്നാണ് എനിക്ക്. അബ്ദുസ്സലാം ബാഖവി എന്ന് പറയുന്ന ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, എനിക്കറിയില്ല. ശൈഖുനാ വിളിക്കപ്പെട്ടു. എന്തിനാ വന്നെന്നാ ചോദ്യം. അതറിയില്ലെങ്കിൽ ഇവിടെ ഇരിക്കണമെന്നാ ചോദിച്ചു എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം. അതറിയില്ലെങ്കിൽ ഇവിടെ ഇരിക്കണമെന്നാ ചോദിച്ചു. ആരോടാ ചോദിക്കണത്? ഇന്നിപ്പം വലിയ പരിപാടിയാണ് ജിന്ന് ചികിത്സ. അപ്പൊ പറഞ്ഞു അറിയാം, പക്ഷെ നടക്കൂല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നതിൽ കഥയില്ല എന്നാണ് ശംസുൽ ഉലമ പറഞ്ഞത്. എന്നാൽ ലേശ സമയം വേണമെന്ന്. ശംസുൽ ഉലമ ആരാണെന്ന് മനസ്സിലാക്കാൻ ഇത് മതിയാവും. ശംസുൽ ഉലമ തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ഇത് മതിയാവും. 2 മിനിറ്റ് സമയം തരണം. 2 മിനിറ്റ് പുറത്തിരുന്നു. വിളിക്കപ്പെട്ടു. ചെറിയൊരു ചെടിയാണ് കൊടുത്തത് എന്ന് പറയപ്പെടുന്നു. ഒരു ചെടി വേരിൽ നിന്ന് വെള്ളമുറ്റുന്നുണ്ട്. അപ്പൊ ശംസുൽ ഉലമ തങ്ങൾ ചോദിച്ചു, എത്ര ഇപ്പം ഇവിടുന്ന് കിട്ടി? ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. പോയ ആളും സ്വീകരിച്ച ആളും വലിയ ആളുകളാണ്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. തിന്നോളി, കഴിച്ചോളി. മഹാനായ ശംസുൽ ഉലമയെ ഓർമ്മിക്കാൻ ആ ബർക്കത്തിന് വേണ്ടി പറഞ്ഞാണ്.
മഹാന്മാരായ ആലിമീങ്ങൾക്ക് പരീക്ഷണ രോഗം വരും. എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മഹാന്മാര് പറയുന്നത് അവരുടെ ദരജകളെ വർദ്ധിപ്പിക്കാൻ. നബി അയ്യൂബ് അലൈഹിസ്സലാമിന് അല്ലാഹു രോഗം കൊടുത്തത് അവിടുത്തെ പദവിയെ വർദ്ധിപ്പിക്കാൻ. ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. കഠിനകഠോരമായ വിദ്യാശാസ്ത്ര രംഗത്തുള്ള ആളുകളെ ഭയപ്പെടുത്തുന്ന വളരെ പ്രയാസകരമായ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ശക്തമായ രോഗം പിടികൂടി. പരീക്ഷണ രോഗമായിരുന്നു. ആ മഹാനുഭാവൻ അൽഹംദുലില്ലാഹ് എന്ന വചനം കൊണ്ട് ആ രോഗത്തെ അതിജയിച്ചു. മഹാനുഭാവൻ ആ രോഗം ശിഫയാവാൻ വേണ്ടി ഉപയോഗിച്ച പദം എന്താണ്? അൽഹംദുലില്ലാഹ്. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയാണ്, ഞങ്ങളിങ്ങനെ 2-3 നാൾ ഇരിക്കേണ്ട ഉസ്താദ് ഇങ്ങനെ ഇരുന്നിട്ട് പറയാണ്, അൽഹംദുലില്ലാഹ് എനിക്ക് അല്ലാഹു വലിയ സുഖമൊന്നും തന്നിട്ടില്ല. എങ്ങനെ? അൽഹംദുലില്ലാഹ് അല്ലാഹു എനിക്ക് വലിയ അസുഖമൊന്നും. എപ്പോഴാ പറയണത്? അതാണ് പരീക്ഷണ രോഗം. പിന്നെ രണ്ടാമത്തെ രോഗം ഏതാണ്? അതിന് തെളിവാണ് സൂറത്ത് നിസാഇൽ നിന്ന് 82-ാമത്തെ ആയത്ത് ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ കൊണ്ടുവന്നത്. വമയ്യഅമൽ സൂഅൻ യുജസാ ബിഹി. ഒരുത്തന്റെ കർമ്മം ചീത്തയായാൽ, തന്നോടുള്ള പ്രവൃത്തി മോശമായാൽ, അത് കാരണമാണ് അവർക്ക് രോഗമുണ്ടാവുക. വൽഹാസിലു എന്നാണ് ഇബാറത്തിന്റെ തുടക്കം. വൽഹാസിലു അന്നൽ മറള കമാ ജാസ അൻ യകു. അങ്ങനെയാണ് അതിന്റെ ഇബാറത്ത്. ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടില്ല, നിങ്ങൾ നോക്കിക്കോളി, നിങ്ങളുണ്ടല്ലോ കിതാബ്. ശിക്ഷാരോഗവും പരീക്ഷണം. അപ്പൊ ജീവിതശൈലി രോഗം എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ശിക്ഷാരോഗം എന്ന് വിളിക്കുന്നതാണ്. ഇത് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും തിബ്ബുൻ നബവി എന്ന ഗ്രന്ഥം എഴുതിയ ഇമാം ദഹ്ബി റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് പോകും. ഇമാം ദഹ്ബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അഭിപ്രായ പ്രകാരം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ 6 കാര്യങ്ങൾ അമിതമായി ചെയ്യുമ്പോഴാണ് രോഗിയായി തീരുന്നത്. 6 കാര്യങ്ങൾ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോഴാണ് അവൻ രോഗിയായി തീരുന്നത്. ഏത് രോഗം? ശിക്ഷാരോഗത്തിന്റെ കാര്യമാ പറയണത്. 1 വയറ് നിറയെ ഭക്ഷണം കഴിക്കലാണ്. 2 നിർത്താതെ സംസാരിക്കലാണ്. നല്ലോണം സംസാരിക്കുക, തോനെ സംസാരിക്കുക. 3-ാമത്തത് നല്ലോണം ഉറങ്ങലാണ്. ഉറങ്ങന്നെ, അതിനും കൂടി ശമ്പളം എഴുതി വാങ്ങണേ ഇനിയിപ്പോ. ഉറങ്ങന്നെ. 3-ാമത്തത് കൂടിയ ഉറക്കം. 4-ാമത്തത് കൂടുതൽ സമയം ജോലി, കുറേ സമയം ജോലി ചെയ്യാം. 5-ാമത്തത് തീരെ ജോലി ചെയ്യാണ്ട് വിശ്രമിക്കുക. വിശ്രമത്തിൽ അധികം. വിശ്രമം അമിതമാവൽ, ജോലി അമിതമാവൽ, ഉറക്കം അമിതമാവൽ, സംസാരം അമിതമാവൽ, ഭക്ഷണം അമിതമാവൽ. പിന്നെ 6-ാമത്തെ ഒന്നും കൂടിയുണ്ട്. അവനാർക്കും അധികം ആവലില്ല, അവിടെ ഞാൻ പറയലുമില്ല. നമ്മളാകെ വ്യാഴ്ചയല്ലേ നാട്ടിൽ പോകുന്നുള്ളൂ അല്ലേ? അങ്ങനല്ലേ പോക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ വിഷയം പറയുന്നില്ല. അവിടെ ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഈ കാലത്ത് ഞാനിത് നിങ്ങളെ പഠിപ്പിക്കല്ല കേട്ടോ, നമ്മളെ മഹല്ലിൽ ഈ ഒരു പദ്ധതി വരാൻ വേണ്ടി പറയാണ്. ഹെൽത്തി ജമാ. നമ്മുടെ മുമ്പിൽ ഒരു വലിയ കൺസെപ്റ്റ് ഉണ്ട്. ഈ ഉസ്താദുമാര്, ഈ ആലിമീങ്ങൾ വളരെ ആദരവോടുകൂടി ഞാൻ പറയുന്നത്, നമ്മുടെ മുമ്പിൽ ഈ ഉലമാ സംഗമത്തിൽ ഒരു ധാരണ ഉണ്ടായിത്തീരണം. ഹെൽത്തി ജമാ, ആരോഗ്യമുള്ള ജമാഅത്ത്. മഹല്ല് ജമാഅത്ത് എന്ന് പറയുമ്പോൾ രോഗികളില്ലാത്ത ജമാഅത്ത്. നിങ്ങൾക്കറിയാവുന്ന ഒരു ചരിത്രം, ഈ സദസ്സിൽ ഒരു ബർക്കത്തുണ്ടാവട്ടെ എന്ന് കരുതി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ മുഖൈഖിസ് രാജാവിന്റെ കൊട്ടാര വൈദ്യന്മാര് 2 പേര് മദീനയിൽ വന്നു. നാട്ടിൽ രോഗികളില്ല, നാട് വിട്ട് പോവേണ്ട അവസ്ഥയാണ് അവർക്കുള്ളത്. ചില സ്ഥലത്ത് 2 മാസം 2 കൊല്ലം പല കണക്കുണ്ട്. ഏതായാലും കുറച്ചു കാലം മദീനയിൽ അവര് താമസിച്ചുവെങ്കിലും ചികിത്സ തേടി രോഗികൾ വരാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ ഈ നാട്ടിൽ രോഗികളില്ലയോ? ഇല്ല. എന്താ രോഗികളില്ലാത്തത്? വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ, ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറില്ല. നമ്മളെ നാട്ടുകാരുടെ അവസ്ഥ എന്താണ്? വിശന്നാലും ഇല്ലെങ്കിൽ സമയമായ തിന്നാ വയറ് നിറയാണ്ട് നിൽക്കൂല. ഏതായാലും ഇരുന്നില്ലേ ഇനി പിന്നെ വെച്ചിട്ട് തന്നെ പോവാ. ഞങ്ങളാവാത്ത അങ്ങനെ പറയാ, ഏതായാലും ഇരുന്നേ ആള് പറയൂ. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. എന്റെ ഭാഷ ശരിക്കും
ഏതായാലും നിങ്ങൾ ഇരുന്നല്ലേ പറയാ, അതുകൊണ്ട് നല്ലോണം കഴിച്ചോളി. ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറ് നിറയാറില്ല. മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ജൂതനായ ഒരു സഹോദരൻ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഖുർആൻ എല്ലാത്തിനും പരിഹാരം പറഞ്ഞ ഗ്രന്ഥമാണ് എന്നല്ലയോ റംലി പ്രസംഗിക്കാറുള്ളത്? അതെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങളുടെ ഖുർആനിൽ നിർദ്ദേശിച്ചിട്ടുണ്ടോ? മനുഷ്യർക്ക് ശാരീരികമായ രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധ മരുന്നും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാ ചോദ്യം. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയൊരു വിഷയമാണ് പ്രതിരോധ കുത്തിവെപ്പുകളും വാക്സിനേഷനുകളും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മഹലിലെ ഖത്തീബുമാരുടെ യോഗം വേറെ തന്നെ വിളിച്ച് നിങ്ങളെല്ലാവരോടും വേദ പറഞ്ഞിട്ട് കുത്തിവെപ്പ് നടത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മീറ്റിംഗ് വിളിച്ചു. സദറുമാരുടെ മീറ്റിംഗ്, ഖത്തീബുമാരുടെ മീറ്റിംഗ്, ജനപ്രതിനിധികളുടെ മീറ്റിംഗ്. കുത്തിവെപ്പ് നടത്തണം, രോഗങ്ങൾ വന്നു പോകും, ബുദ്ധിമുട്ടിലായി പോകുമെന്ന് പറഞ്ഞിട്ട് പ്രതിരോധ ചികിത്സയ്ക്ക് ഗവൺമെന്റ് വലിയ ഗൗരവം കൊടുക്കുന്നു. അല്ലയോ റംലി? ജൂതനായ ഒരു സഹോദരൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഖുർആനിൽ ശരീര രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധവും പറഞ്ഞിട്ടുണ്ടോ? രണ്ട് ചോദ്യം ചോദിച്ചത്. മാനസിക രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധം, ശാരീരിക രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധം. മഹാനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തീർച്ചയായും ഖുർആനിൽ ശാരീരിക രോഗം വരാതിരിക്കാനുള്ള പരിഹാരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേൾക്കട്ടെ, അത് പറയ്. ഖുർആനിലെ വളരെ ചെറിയൊരായത്തോതി, കുലൂ വശറബൂ വലാ തുസ്രിഫൂ, കുലൂ വശറബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ ഭക്ഷണം കഴിക്കുക, നിങ്ങൾ വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും അമിതമാവാൻ പാടില്ല.